മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച കുട്ടി മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഗുരുതരമാണ് ഈ കുട്ടിയുടെ ആരോഗ്യനില എന്ന് ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. 14 വയസ്സുള്ള കുട്ടിയാണ്, പാണ്ടിക്കാട് സ്വദേശിയാണ് മലപ്പുറം. ഇപ്പോൾ ആ കുട്ടി മരണമടഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരെ അറിയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ കർശനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ റൂട്ട് മാപ്പെല്ലാം പുറത്തുവിടുകയും ചെയ്തു. അദ്ദേഹം ആ കുട്ടിയുമായി കോൺടാക്റ്റിലുണ്ടായിരുന്ന ആളുകളെ നിരീക്ഷണത്തിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ കുട്ടി. ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഹദ്, ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി, ഇപ്പോൾ മരിച്ചു എന്ന വിവരം പുറത്തു വരുമ്പോൾ നൽകാനുള്ള കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. കാരണം രാവിലെ വാർത്താസമ്മേളനം വിളിക്കുമ്പോൾ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് കുട്ടി അബോധാവസ്ഥയിലാണ്. മാത്രവുമല്ല, കുട്ടിക്ക് ഒന്നിലധികം അസുഖങ്ങളുണ്ട്. കാരണം ഈ ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളും ഈ കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിയെ എത്രയും വേഗം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഊർജിതമാക്കിയിരുന്നു. അല്പസമയം മുൻപ് ഈ ആന്റിബോഡി ഇവിടേക്ക് എത്തിക്കും എന്നും അല്പം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ആന്റിബോഡി ജില്ലയിലേക്ക് എത്തിക്കും എന്നായിരുന്നു മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ആന്റിബോഡി എത്തുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. കുട്ടിയുടെ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പ, അതുപോലെ ഒരു ഷഹദിലേക്ക് എത്താം. നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മരണമടഞ്ഞു എന്ന ഏറ്റവും പുതിയ വാർത്ത. വിശദാംശങ്ങളുമായി MG പ്രതീഷ് കൂടിയുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ആ കുട്ടിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. സംസ്കാരം നിപ്പ പ്രോട്ടോകോൾ പ്രകാരം നടക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ പ്രതീഷിന് കൂട്ടിച്ചേർക്കാനുള്ളത് എന്തൊക്കെയാണ്? അനുജ, തീർച്ചയായും നേരത്തെ ഷഹദ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും നടന്നിരുന്നു. പക്ഷേ ആ ഫലങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ആ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ വിഫലമായി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇന്ന് രാവിലെ 11:20 കൂടിയാണ് ഈ കുട്ടിയുടെ മരണം ഔദ്യോഗികമായി ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി നിപ്പ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും മറ്റ് സംസ്കാര നടപടികൾ നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലായിരിക്കും ഈ കുട്ടിയുടെ സംസ്കാരം നടക്കുന്നത്. അത് ഈ നേരത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള സംസ്കാരം തന്നെ ആയിരിക്കും. മറ്റാർക്കും തന്നെ ആ ഒരു മേഖലയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. കൃത്യമായ ഒരു പ്രോട്ടോകോൾ പിന്തുടരണം എന്ന നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ നേരത്തെ ഈ രോഗം ബാധിച്ച കുട്ടി കുറച്ച് ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയും വിദഗ്ധ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. പരമാവധി ശ്രമം ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഈ നിപ്പ രോഗബാധ വന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയ ഡോക്ടർമാരുടെ എല്ലാം വിദഗ്ധ സഹായം ഇത്തവണയും ആരോഗ്യവകുപ്പ് തേടിയിരുന്നു. പക്ഷേ നിലവിൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റുള്ളവരിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു നടപടികളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. നിലവിൽ ഏറ്റവും അടുത്ത സമ്പർക്ക പട്ടികയിലുള്ളവരെയൊക്കെ തന്നെ കൃത്യമായി ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ച് വരുന്നുണ്ട്. ഒപ്പം വിശദമായ ഒരു സമ്പർക്ക പട്ടികയും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരെ കൃത്യമായി നിരീക്ഷിക്കും. ഏറ്റവും അടുത്ത ഈ കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പരിശോധനാ ഫലം വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. മറ്റൊരു ആശ്വാസകരമായ കാര്യം, മറ്റാർക്കും തന്നെ നിലവിൽ നിപ്പ ലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമായിട്ടില്ല എന്നതാണ് ഒരു കാര്യം. പക്ഷേ അപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യം, ഈ 14 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആരോഗ്യ വകുപ്പിന് അല്ലെങ്കിൽ കഴിഞ്ഞില്ല. കാരണം ഈ നിപ്പ വൈറസിന്റെ പ്രത്യേകത തന്നെയാണ്. കാരണം ഈ രോഗം ശരീരത്തിലേക്ക് വൈറസ് എത്തിക്കഴിഞ്ഞാൽ 5 മുതൽ 15 ദിവസത്തിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ പോലും പ്രകടമാകുന്നത്. ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണസംഖ്യ ഈ നിപ്പ കേസുകളിലും ഉയർന്നു നിൽക്കുന്നത്. നിലവിൽ മറ്റാർക്കും തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആന്റിബോഡി അല്പസമയത്തിനകം എത്തി. അതുൾപ്പെടെയുള്ള ചികിത്സ തുടരാനിരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. അത് ആരോഗ്യ വിദഗ്ധരുടെയും ഒപ്പം ജില്ലാ ഭരണകൂടത്തിന്റെയും മേൽനോട്ടത്തിലായിരിക്കും മറ്റ് സംസ്കാര നടപടികൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം,
കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെയായിരിക്കും ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ ആ മേഖലയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. ബാക്കി ആർക്കും തന്നെ പ്രവേശനം അനുവദിക്കില്ല. കാരണം ആ ഒരു പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്ന ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അത്രത്തോളം സുരക്ഷിതമായ രീതിയിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. 11:20 നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്തെ 14-കാരന്റെ മരണം സംഭവിച്ചു എന്നുള്ള ഒരു വേദനാജനകമായ വാർത്തയാണ് അനുജ പങ്കുവയ്ക്കാനുള്ളത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ നിപ്പ സ്ഥിരീകരിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആ കുട്ടി അല്പസമയം മുൻപാണ് മരണമടഞ്ഞുവെന്ന വിവരം. ഞങ്ങളുടെ പ്രതിനിധികളാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.